ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ 66ാമത് സൂം ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് മെയിൻ ടോപ്പിക്ക് നമ്മൾ കണ്ടു. എല്ലാവിധമായ രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും ആത്മീകമായിട്ടുള്ള മൂലകാരണങ്ങൾ എന്ന വിഷയവും വിശുദ്ധിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നുള്ള വിഷയം നമ്മൾ ഈ 65 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല, അത് രണ്ട് വിഷയം ഒന്നിച്ച് നമ്മൾ കാണാൻ പോവുകയാണ്. അതായത് ചിന്തകളുടെയും വാക്കുകളുടെയും ശക്തിയും അധികാരവും. ദ പവർ ആൻഡ് അതോറിറ്റി ഓഫ് അവർ തോട്ട്സ് ആൻഡ് വേർഡ്സ്. അതാണ് നമ്മൾ കാണാൻ പോകുന്ന വിഷയം. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞോളട്ടെ. ഞാൻ കല്യാണം കഴിഞ്ഞ് അന്നത്തെ മദ്രാസ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഡ്രൈവിങ് പഠിച്ചു. അത്യാവശ്യം അന്നത്തെ മൗണ്ട് റോഡിൽ കൂടെ, അതായത് ഇന്നത്തെ അണ്ണാശാല എന്ന് പറയുന്ന സ്ഥലത്തൂടെയെല്ലാം ഞാൻ കാറ് എൻ്റെ ഹസ്ബൻഡ് ലെഫ്റ്റ് സൈഡിലിരിക്കുമ്പോൾ അങ്ങനെ അത്യാവശ്യം കുറച്ച് ഓടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് എൻ്റെ നാട്ടിലേക്ക് ഞാൻ ഇത് പറഞ്ഞ് എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ, അടുത്ത പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പം എൻ്റെ അപ്പച്ചനെ അന്ന് എനിക്ക് ഇച്ചിരി ചെറുപ്പം മുതലുള്ള ഒരു ചെറിയ ഭയമുണ്ട്. ഞാനും അപ്പച്ചനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്, അതിമനോഹരമായിട്ടുള്ളൊരു ബന്ധം. അത് പ്രത്യേകിച്ചും അതിന് ശേഷം അപ്പച്ചൻ്റെ വാർദ്ധക്യത്തിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു വലിയൊരു ബന്ധം ഉണ്ടായത്. പക്ഷെ അതിന് മുമ്പ് അപ്പച്ചനെ കുറച്ച് ഭയമുള്ള ഒരു ആളായിരുന്നു ഞാൻ. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നീയോടൊന്ന് വന്നേ, നമുക്കൊന്ന് മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പച്ചൻ്റെ കൂടെ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. തിരിച്ചു വന്നപ്പം അപ്പച്ചൻ പറഞ്ഞു, നീ കാർ ഓടിക്കെന്ന് പറഞ്ഞു. ഒന്നാമത് അപ്പച്ചനായ ഇടത്ത് വശത്തിരിക്കുന്നത്. എനിക്കൊരു ബോധവും ഇല്ല, പേടിയായിരുന്നു. വീടിനോടടുത്തപ്പം അപ്പച്ചൻ കിടന്ന് അലയ്ക്കുമായിരുന്നു, ബ്രേക്ക് എന്നും പറയുന്നത്. ഞാൻ ആക്സിലറേറ്റർ കയറി ചവിട്ടി. കാറ് നേരെ ചെന്ന് ഗേറ്റിൽ ചെന്നിടിച്ച് ഗേറ്റ് അപ്പച്ചൻ്റെ കാറിൻ്റെ പുറത്തോട്ടങ്ങ് വീണു. മതിലോടെ ആ ഗേറ്റിൻ്റെ തൂണ് മുഴുവനോടെ മറിഞ്ഞടിച്ച് കാറിലോട്ട് വീണു. അവിടെ എൻ്റെ ഡ്രൈവിങ് തീർന്നു. അത് പിന്നെ ഇന്ന് വരെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. ഓട്ടെ, അതല്ല എൻ്റെ വിഷയം. കാറുണ്ടാക്കിയ കമ്പനി, ആ കമ്പനിക്ക് ആക്സിലറേറ്ററും ബ്രേക്കും സൃഷ്ടിച്ചപ്പോൾ, അതിൻ്റെ ഏത് നട്ടും ബോൾട്ടും സൃഷ്ടിച്ചപ്പോഴും അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കാറിനെ ഏറ്റവും സേഫായിട്ട് സുരക്ഷിതമായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തെറ്റായിട്ടുള്ള ഉപയോഗം അപകടങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പിതാവായ ദൈവം 2 ഉപകരണങ്ങൾ മനുഷ്യന് കൊടുത്തു. എന്തിനാ? അതിനെ ഉപയോഗിച്ച് നിത്യതയിലെത്തണം. വീണുപോയ മനുഷ്യന് അവൻ്റെ നിത്യതയിലേക്ക് എത്തുവാനായിട്ട് അശുദ്ധികളെ കളഞ്ഞ് ആ പൂർണ്ണതയിൽ പ്രവേശിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് പ്രവേശിച്ച്
ആ നിത്യകാലം അവനോടുകൂടി ജീവിക്കത്തക്കവണ്ണമുള്ള യോഗ്യത ലഭിക്കുവാൻ വേണ്ടി ദൈവം 2 ഉപകരണങ്ങളെ മനുഷ്യന് കൊടുത്തു. അതാണ് നമ്മുടെ ചിന്തകളും വാക്കുകളും. ഇതിനെ തെറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തിന് തന്നെ തടസ്സമാകുന്നു. മാത്രമല്ല ഈ ലോക ജീവിതത്തിലും അത് പല വിധത്തിലുള്ള തടസ്സങ്ങളും ക്രിയേറ്റ് ചെയ്യും. നമ്മൾ നാവിൻ്റെ ശക്തി നമ്മൾ തെറ്റായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഏതെല്ലാം വിധത്തിൽ നമുക്ക് തകർച്ചകൾ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ചിന്തകളുടെ തെറ്റായിട്ടുള്ള ഉപയോഗം കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതും നമ്മൾ കാണുവാൻ പോവുകയാണ്. അത് നമ്മൾ ആദ്യമായിട്ട് ചിന്തകൾ, അതിൻ്റെ ശക്തിയും അതിൻ്റെ അധികാരവും നമ്മൾ കാണാൻ പോവുകയാണ്. ചിന്തകൾ നമ്മൾ 1-2 ഉദാഹരണം നമുക്കൊന്ന് കാണാം. ബൈബിളിൽ നിന്ന് 1-2 ഉദാഹരണങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് സാറ, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ. അബ്രഹാമിന് 90 വയസ്സായപ്പോൾ, അല്ലെങ്കിൽ ആ മകനുണ്ടാകുന്നത് ഇസഹാക്ക് ഉണ്ടാകുന്നത് അല്ല, 100 വയസ്സുള്ളപ്പോൾ, അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴും സാറായിക്ക് 90 വയസ്സുള്ളപ്പോഴുമാണ് ഇസഹാക്ക് ഉണ്ടാകുന്നത്. അതായത് അവർക്ക് വാഗ്ദത്തം കിട്ടുന്ന, ഒരു പുത്രൻ്റെ വാഗ്ദത്തം കിട്ടുന്നത് സാറായിക്ക് 89 വയസ്സാവുമ്പോഴാണ്. ആ 89 വയസ്സായ സാറായിക്ക് ദൈവം ആ വാഗ്ദത്തം കൊടുക്കുമ്പോൾ ആ വാഗ്ദത്തത്തിൻ്റെ അകത്ത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു പുത്രനാണ് ലഭിക്കുന്നത്. അടുത്ത വർഷം ഈ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ, ഈ സമയമാകുമ്പോഴത്തേക്ക് നിനക്കൊരു പുത്രനുണ്ടായിരിക്കും. അത് ആ വാഗ്ദത്തം സ്വീകരിച്ച സാറ. ഇതിന് ശേഷം അവർ യാത്ര ചെയ്യുന്നുണ്ട്. അബ്രഹാം കുടുംബവുമായിട്ട് യാത്ര ചെയ്ത് ഗരാർ എന്ന രാജ്യത്തിലെത്തുന്നു. അവിടുത്തെ രാജാവ് സാറായെ കണ്ട് മോഹിച്ച് അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോകുന്നു. നോക്കിക്കേ, സാറായ്ക്ക് അന്ന് 89 വയസ്സാണ് പ്രായം. ഒരു രാജാവ് കണ്ട് മോഹിക്കത്തക്കവണ്ണം സാറായുടെ ശരീരത്തിൽ വന്ന വ്യത്യാസങ്ങൾ, അതാണ് എൻ്റെ ചിന്താവിഷയം. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. എങ്ങനെ ഒരു രാജാവിന് ഈ 89 വയസ്സായ ഒരു സ്ത്രീയുടെ മേൽ ആഗ്രഹം തോന്നാനൊക്കും? അപ്പം ഞാൻ കാണുന്ന വിഷയം സാറായുടെ ചിന്തകൾ, ആ ചിന്തകൾ അവളിൽ വരുത്തിയ വ്യത്യാസം. ആൺകുട്ടിയാണെന്നുള്ളത് അറിയാം. ആൺകുട്ടിയാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ ചട്ടമ്പിയായിട്ട് വിചാരിച്ച് കാണും, ഓടി നടക്കുന്നത് കണ്ടു. അല്ല, ഇനി ഏത് കുട്ടിയാണേലും, ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഓടി നടക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പുറകെ ഓടുന്നു. ഈ കാണുന്ന ആ സ്വപ്നങ്ങൾ, ആ ചിന്തകൾ, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വികാരങ്ങൾ സാറായുടെ കാലിനും ശരീരത്തിനും എല്ലാം ബലം കൊടുക്കുന്നു, മസിൽസിന് ബലം കൊടുക്കുന്നു. മാത്രമല്ല, മകനെ അല്ലെങ്കിൽ കുഞ്ഞിനെ, മകനാന്നുള്ളത് അറിയാം, മകന് ഫീഡ് ചെയ്യുന്നത് ഓർക്കുമ്പോൾ, മുലപ്പാൽ കൊടുക്കുന്നത് ഓർക്കുമ്പോൾ ആ ബ്രസ്റ്റിന് മുലകൾക്ക് ശക്തിയും ബലവും ഉണ്ടാകുന്നു. അവളുടെ ശരീരം ആകപ്പാടെ മാറുകയാണ്. ഒരു ഗർഭിണിക്കുണ്ടാകാവുന്ന ചേഞ്ചസിനപ്പുറത്ത് ഒരു ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് സ്വതവേ സൗന്ദര്യം കൂടും, ശരീരമെല്ലാം മനോഹരമാകും. സ്കിന്ന് തൊട്ട് നമ്മുടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യാസം വരും.
പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഉറയ്ക്കും. ഇവിടെ അതിനപ്പുറത്തേക്ക് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവളുടെ പ്രായം ഈ 89 നിന്ന് ഒരു 25-30 ഇങ്ങ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഒരു രാജാവിന് മോഹം തോന്നത്തക്കവണ്ണമുള്ള സൗന്ദര്യം അവളിൽ വെളിപ്പെട്ടു വന്നത്. ഇനി രണ്ടാമത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടായി. എന്നിട്ട് 3-ാം അധ്യായം 25 പറയുന്നു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു എന്ന്. ഇയ്യോബ് എന്തോ ഭയപ്പെട്ടത്? ഇയ്യോബ് അന്ന് ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ആ ദേശത്തെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് ജീവിച്ചു. ഇഷ്ടംപോലെ സമ്പത്തുകൾ, 10 മക്കൾ, 10 പേരും കല്യാണം കഴിച്ച് മക്കളുമായിട്ട് അവർ വേറെ ജീവിക്കുന്നു. എന്നും രാത്രിയിൽ ഇവിടെ അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ മക്കൾ വന്ന് അവിടെ എല്ലാ ദിവസവും പെരുന്നാൾ പോലെ ഇവരെല്ലാവരും ഒത്തുചേർന്ന് സന്തോഷിക്കുന്ന ഒരു സമയം. പക്ഷേ അതിൻ്റെ എല്ലാം അടിയിൽ എവിടെയോ ഒരു ഭയം കിടപ്പുണ്ടായിരുന്നു, ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്. ആ ചിന്ത അതാണ് ഇവിടെ പറയുന്നത്. ഇയ്യോബ് തന്നെ പറയുന്നു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. അവൻ എന്തു ഭയപ്പെട്ടു? അപ്പം നമുക്കറിയാം ഭയപ്പെട്ടിരുന്നത് ഇതെല്ലാം തകരും എന്നുള്ള ഒരു ഭയമായിരുന്നു ഇയ്യോബിനെ ഭരിച്ചിരുന്നത് എന്ന്. ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു എന്ന് അവിടെ പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു. ഇസ്രായേൽ മക്കളെ പറ്റി പറയുന്നതാണ്. ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ ചിന്തകളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. അപ്പം അവർ ന്യായപ്രമാണത്തെ നിരസിച്ച് കളഞ്ഞത് കൊണ്ട് ഞാൻ അവരുടെ ചിന്തകളുടെ ഫലമായ, കണ്ടോ, ചിന്തകൾക്ക് ഒരു ഫലമുണ്ടാകും. ഏതൊരു ചിന്തയ്ക്കും, അപ്പം നിങ്ങൾ ഇതിനും പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഏതൊരു ചിന്തയ്ക്കും ഒരു ഫലമുണ്ട്, ഒരു ഫ്രൂട്ട് ഉണ്ട്. ആ ചിന്തയുടെ ഫലമായ അനർത്ഥം അവരുടെ മേൽ വരുത്തും. അപ്പം അവരുടെ ചിന്തകൾ പോസിറ്റീവ് അല്ലായിരുന്നു, നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരുന്നു. അപ്പം വചനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ന്യായപ്രമാണത്തെ നിരസിച്ച് കളഞ്ഞു. മാത്രമല്ല അവരുടെ ചിന്തകൾ നെഗറ്റീവുമായിരുന്നു. അതുകൊണ്ട് ചിന്തകളുടെ ഫലം എന്താ? ചിന്തകൾക്കൊരു ഫലമുള്ളത് എന്താ? അനർത്ഥം അവരുടെ മേൽ വരുത്തും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ശീമോൻ എന്ന വ്യക്തിയെ കൂടെ നമുക്കൊന്ന് കാണണം. അപ്പോസ്തല പ്രവർത്തികൾ 8:23. അവിടെ ശീമോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കഥയുണ്ട്. ആ വ്യക്തി മന്ത്രവാദങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. വചനം കേട്ടു, പ്രസംഗം കേട്ടു, അവിടെ അവൻ മാനസാന്തരപ്പെട്ട് ഇതെല്ലാം സ്വീകരിച്ചു. പക്ഷേ അവൻ പണവുമായിട്ട് പത്രോസിൻ്റെ അടുക്ക വരികയാണ്. നിങ്ങൾ കൈവെക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ മേൽ കൈവെക്കുമ്പോൾ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. അതുകൊണ്ട് ആ വരം, ആ കഴിവ് എനിക്കും വേണം. ഞാൻ പണം തരാം, നിങ്ങൾ എനിക്ക് ആ വരം തരണം എന്ന് പറയുകയാണ്. അപ്പം പത്രോസിൻ്റെ വാക്കാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് അപ്പോസ്തല പ്രവർത്തികൾ 8:23. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. ഇത്രയും നാൾ അവൻ മന്ത്രവാദമൊക്കെ ചെയ്തിരുന്നു, അല്ലേ? ആഭിചാരം ചെയ്ത് അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ്. ഇതിൻ്റെ പുറകിൽ, ഈ ആഭിചാരത്തിൻ്റെ പുറകിലത്തെ ഉദ്ദേശം എന്താ? എന്ത് വേണേലും മറ്റൊരു വ്യക്തിയുടെ നന്മയല്ല,
ആ വ്യക്തിയെ തകർക്കുക. ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയാണ് മന്ത്രവാദമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ആ വ്യക്തിയുടെ നാശത്തിനു വേണ്ടിയിട്ടുള്ള ചിന്തകൾ, അതാണ് അനീതി, കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും കിടക്കുന്ന, അവൻ്റെ ഉള്ളിലുള്ളത്, ആഴത്തിൽ കിടക്കുന്നത് ഇതാണ്. മന്ത്രവാദം ചെയ്യുന്ന അല്ലെങ്കിൽ ആഭിചാരം ചെയ്യുന്ന ആ വിധത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ചിന്തകളുടെ പുറകിലുള്ളത് എന്താണെന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് പത്രോസിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പം ചിന്തകൾക്ക് ഒരു ഫലമുണ്ട്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ചിന്തകൾ എന്നാൽ എന്താണ്? ആദ്യമേ അത് മനസ്സിലാക്കണമല്ലോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് തോട്ട്? അല്ലെങ്കിൽ അതിന് നമുക്ക് വേറെ വിധത്തിൽ ചോദിക്കാം, വാട്ട് ഈസ് തോട്ട്? സ്വയം സംസാരിക്കുക. നമ്മുടെ മനസ്സിൽ നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ, പുറത്ത് പറയുന്നതല്ല. നമ്മുടെ മനസ്സ് സംസാരിക്കുന്നതാണ്, സ്വയം സംസാരിക്കുന്നതാണ് ചിന്ത എന്ന് പറയുന്നത്. ഉദാഹരണം, ലൂസിഫറിനെ പറ്റിയുള്ള ഈ യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം മുതൽ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. നീ ഹൃദയത്തിൽ പറഞ്ഞു, നീ ഹൃദയത്തിൽ പറഞ്ഞു, നീ ഹൃദയത്തിൽ പറഞ്ഞു. ഇത് തന്നെ പറയുന്നുണ്ട്. അവൻ ഹൃദയത്തിൽ പറഞ്ഞു എന്ത്? ദൈവത്തെക്കാൾ ഉയർന്ന അവൻ്റെ സിംഹാസനം ദൈവത്തെക്കാട്ടിലും ഉയരത്തിൽ വെക്കണം, അങ്ങനത്തെ ചിന്തകൾ. അപ്പം ഹൃദയത്തിൽ പറഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂസിഫർ പുറത്തോട്ട് പറഞ്ഞിട്ടില്ലല്ലോ, ഒരു വാക്കുപോലും പുറത്തോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ചിന്തകൾക്ക് ഫലമുണ്ടായി. ചിന്തകളുടെ ഫലമായ അനർത്ഥം അവൻ്റെ മേൽ വന്നു, ലൂസിഫറിനുണ്ടായി. ഇനി അതുകൊണ്ട് നമ്മൾ എന്താണ് വേണ്ടത്? റോമർ 12:2 പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇവിടെ മനസ്സിനൊരു രൂപാന്തരം വേണം. എന്തിനാ? ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം, ദൈവഹിതം നമുക്ക് തിരിച്ചറിയുന്നതിന്. ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ലോകം നമ്മളെ ഒരുപാട് മോഹിപ്പിക്കും. ഈ ലോകത്തിലേക്ക് നമ്മുടെ ചിന്തകളെ പിടിച്ചു കൊണ്ടുപോകും. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ ഈ ലോകത്തിലെ വസ്തുക്കളുമായിട്ടും വ്യക്തികളുമായിട്ടും എല്ലാം ഉടക്കിക്കിടക്കും. അപ്പം അവിടെ നിന്നും പറിച്ചെടുത്തിട്ട് അതിനനുരൂപമാകാതെ ഈ ലോകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനത്ത്, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനുള്ള സ്ഥാനത്തിന് അപ്പുറത്ത് എന്തുണ്ടോ, ദൈവത്തെക്കാൾ നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ, ആരെ കരുതുന്നു, അല്ലെങ്കിൽ എന്തിനെ കാണുന്നു, എന്തിനെ കരുതുന്നു, അതാണ് നമ്മുടെ ലോകം. അത് മക്കളാകാം, ഭർത്താവാകാം, ഭാര്യയാകാം, ജോലിയാകാം, ബിസിനസ്സാകാം, മിനിസ്ട്രി ആകാം, എൻ്റെ കുടുംബമാകാം, എൻ്റെ ഭവനമാകാം, ഏതുമാകാം, എൻ്റെ സൗന്ദര്യമാകാം, അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം, അല്ലേ? ഇതാണ് എന്നെ ഭരിക്കുന്നത് എങ്കിൽ ദൈവത്തെക്കാൾ അപ്പുറത്ത് ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ലോകം. അപ്പം ഈ ലോകത്തിന് എൻ്റെ മനസ്സ് അനുരൂപമാകരുത്, അതിനോട് ഒട്ടി നിൽക്കരുത്. ഇനിയും അത് കഴിഞ്ഞിട്ട് എന്തോ വേണ്ടി? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. അപ്പം എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം നന്മയുള്ളതാണ്, ദൈവപ്രസാദമുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. ആ ഹിതം തിരിച്ചറിയേണ്ടതിന് എൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അവിടെ എൻ്റെ മനസ്സിനൊരു റിന്യൂവൽ ഓഫ് മൈൻഡ്, എൻ്റെ ഈ വീണുപോയ മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയാൻ പ്രയാസമാണ്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം
തിരിച്ചറിയാൻ ഒക്കത്തില്ല. കാരണം അത് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക എൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു റിന്യൂവൽ ഓഫ് മൈൻഡ് വേണം. ദൈവപ്രസാദം തിരിച്ചറിയുവാനായിട്ട്, പ്രസാദമുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകുവാനായിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോസ്തല പ്രവർത്തികൾ 11:23 അവിടെ പറഞ്ഞിരിക്കുന്നു, ഹൃദയനിർണയത്തോടെ, നമ്മൾ ആ കോണ്ടെക്സ്റ്റ് ഒന്നും കാണണ്ട, അവിടെ കാണുന്ന ഒരൊറ്റ വാക്ക് എനിക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അപ്പം നമുക്ക് ഒരു തീരുമാനം വേണം. നമ്മൾ വീണ്ടും ജനിച്ചു, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ഡെഫിനറ്റ് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഉണ്ട്. അവനായിരിക്കണം ഫസ്റ്റ് ലവ്. അതല്ലാത്തതൊന്നും അവൻ അംഗീകരിക്കത്തില്ല. ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാതുള്ള നമ്മുടെ ഏത് ജീവിതമാണെങ്കിലും അത് ദൈവം അംഗീകരിക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞങ്ങളുടെ സിലിഗുഡിയിൽ ഞങ്ങളുടെ 1 year സ്കൂൾ നടക്കുക. അപ്പം അവിടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പം അവിടെ ഞങ്ങളുടെ സ്റ്റുഡൻസാണ് രാവിലത്തെ ചാപ്പൽ. അവിടെ ഓരോരുത്തരെ ഞങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നേരം ഓരോരുത്തർക്ക്, രാവിലത്തെ ആണെങ്കിലും വൈകിട്ടത്തെ ആണെങ്കിലും ചാപ്പൽ സർവീസ് എന്ന് പറയുന്നത്. അവിടെ പിള്ളേർ തന്നെ ഒരാൾ തന്നെ വേർഷിപ്പ് നടത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഡറായിട്ട് നിൽക്കണം, വേർഷിപ്പ് ലീഡറാകണം. പിന്നെ മെസ്സേജ് പറയണം, എല്ലാം വേണം. ഓരോരുത്തരുടെ ചുമതലയാണത്. അന്ന് ഒരു ദിവസം ഒരു പയ്യന്, ഞങ്ങളുടെ കൂടെയുള്ള ഒരു പയ്യന്, ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ്, അവൻ്റെ കയ്യിലൊരു ഗിറ്റാർ ഉണ്ടായിരുന്നു. ഗിറ്റാർ പൊട്ടിക്കൊണ്ട് അവന് പറയാൻ തുടങ്ങി, ജീസസ് ഐ ലവ് യു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ടെൽ ജീസസ് ദാറ്റ് യു ലവ് ഹിം. എന്നിട്ട് അവൻ തന്നെ പറയാൻ തുടങ്ങി, ഐ ലവ് യു, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു. അപ്പം ഞാനും ആ കൂട്ടത്തിൽ ജീസസ് ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. അപ്പം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സനുസരിച്ച്, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അറിയാവുന്നിടത്തോളം കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ള ചിന്തയുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ജീസസ് ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ഹൃദയം അങ്ങ് തുറക്കുന്നു. അവിടെ ഒരു സിംഹാസനമുണ്ട്, നല്ല ഒരു സിംഹാസനം അവിടെ ഉണ്ട്. പക്ഷെ ആ സിംഹാസനത്തിൽ അവിടെ ഇരിക്കുന്നത് എൻ്റെ മകളാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ പറയുക, ഞാൻ എൻ്റെ കർത്താവിനെ അവിടെ തപ്പി നോക്കി, കണ്ടില്ല താനും. ഇതെല്ലാം പ്രാർത്ഥനയ്ക്കകത്ത് നടക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ പറയുക, ഞാൻ എൻ്റെ കർത്താവിനെ തപ്പി നോക്കി, അവിടെ എല്ലാം കണ്ടില്ല താനും. അപ്പം പെട്ടെന്ന് എനിക്കൊരു ഷോക്കായിപ്പോയി. ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിച്ചു, കർത്താവേ, എൻ്റെ മകൾ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണ്ട. ഞാൻ ആ ബന്ധത്തെ, ആ ഹൃദയത്തിൽ നിന്ന് അവളെ ഞാൻ അറുത്തു മുറിച്ചെടുത്ത് മാറ്റുന്നു. അവിടെ അടുത്തെങ്ങും വേണ്ട അവൾ, നീ മാത്രം ഇരുന്നാൽ മതി, നിനക്ക് മാത്രമുള്ളതാണ് എൻ്റെ ഹൃദയം എന്നെല്ലാം പറഞ്ഞ് ഞാൻ കൺഫസ് ചെയ്ത്, ഞാൻ എൻ്റെ പാപ ഏറ്റുപറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ അടുക്ക പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും കണ്ടു, എൻ്റെ ഹൃദയം തുറക്കുന്നു. അവിടെ ഒരു ഭയങ്കര വെളിച്ചം ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ എന്നോട് പറയുകയാണ്, ഞാൻ എൻ്റെ മകളെ തപ്പി നോക്കി കണ്ടില്ല താനും. അവിടെ അടുത്തെങ്ങും അവളില്ലായിരുന്നു. കർത്താവിൻ്റെ ആ സിംഹാസനമല്ലാതെ മറ്റൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അപ്പം പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട്, എൻ്റെ ഹൃദയത്തിലെ സിംഹാസനത്തിൽ നിന്നും ഞാൻ എൻ്റെ മകളെ എടുത്ത് താഴെ മാറ്റി വേറെ മാറ്റിയത് കൊണ്ട്, എൻ്റെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ മകളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. മറിച്ച്
കുറച്ചുകൂടെ ഒരു നല്ല റിലേഷൻഷിപ്പ് വരും. അവൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു. മറ്റേത് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അവളെ പിടിച്ചു വച്ചിരിക്കുക അല്ലേ, എനിക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പം ഞങ്ങളുടെ ബന്ധം കുറെ കൂടെ നല്ല ബന്ധത്തിലേക്ക് പോവുകയാണ്. സോ ഇതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, ഐ സറണ്ടർ ഓൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ദൈവസന്നിധി സമർപ്പിച്ചു. നമ്മൾ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും എല്ലാം. ഈ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് ദൈവം എന്നടുത്ത് ചോദിച്ചു, നീ സമർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം നിൻ്റെ ചിന്തകളെ നീ സമർപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ട്? എനിക്ക് മനസ്സിലായി, ഒരുപാട് ചിന്തകൾ എനിക്ക് സമർപ്പിക്കാനൊക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ സ്വയത്തിൻ്റെ ചിന്തകളുണ്ട് അല്ലേ, സ്വയത്തിൻ്റെ മോഹങ്ങളുണ്ട്. ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല. സ്വയത്തിൻ്റെ മോഹങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും സ്വയത്തിൻ്റെ മോഹങ്ങൾ എഴുന്നേറ്റ് വരും. കാരണം ഞാനിവിടെ ഉണ്ട്, ഞാൻ മരിക്കുവോളം എന്നിലെ ഞാൻ അവിടെ ഉണ്ടല്ലോ. അത് എഴുന്നേറ്റ് വരാതെ വണ്ണം എൻ്റെ ചിന്തകൾ, നിലവുകൾ, ഇതിൻ്റെ മേലെല്ലാം ക്രൂശിനെ വഹിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ക്രൂശ് എന്ന് പറയുമ്പം ഏറ്റവും നീചമായിട്ടുള്ള മരണം. കാരണം റോമാക്കാർക്കുള്ളതാണ് ക്രൂശ് മരണം, യഹൂദന്മാർക്കുള്ളതല്ല ക്രൂശ് മരണം. ആ ശിക്ഷ എന്ന് പറയുന്ന റോമൻ ശിക്ഷാവിധിയാണ്. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അതിഭയങ്കരമായിട്ടുള്ള അതിനീചമായിട്ടുള്ള മരണം. നമ്മുടെ സ്വയത്തിൻ്റെ മേൽ ക്രൂശ് വഹിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ, എൻ്റെ പുറകെ ഒരുവൻ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്, കണ്ടോ, തന്നെത്താൻ. ഇവിടെ ഞാൻ എൻ്റെ എല്ലാം ത്യജിക്കണം, എല്ലാം സമർപ്പിക്കണം, എന്നിട്ട് ക്രൂശ് വഹിക്കണം. എന്തിൻ്റെ മേലായി? എൻ്റെ ആ സ്വയത്തിൻ്റെ മേൽ. ആ സ്വയം ഒരിക്കലും ഇനി എഴുന്നേറ്റ് വരരുത്. അതിൻ്റെ മേൽ ഒരു നീച മരണം അങ്ങ് വെക്കണം. പക്ഷെ അതിനെ കൊല്ലാനൊക്കത്തില്ല. കാരണം എൻ്റെ ഫിസിക്കൽ ഡെത്ത് ഉണ്ടാകുവോളം ഞാൻ എന്നിലുണ്ട്. പക്ഷെ അത് തലപൊക്കരുത്. ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലേക്ക് അത് വരണം. അങ്ങനെ ഞാൻ പരിപൂർണമായിട്ട് സമർപ്പിച്ച് മനസ്സ് പുതുക്കി കഴിയുമ്പോഴേ എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം, നന്മയും ദൈവപ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കും. അതറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നത്. ദൈവത്തിൻ്റെ ഹിതം ഇന്നത്, എന്നെപ്പറ്റിയുള്ള എൻ്റെ ഹിതം ദൈവഹിതം ഇന്നതെന്ന് എനിക്കറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റു വഴികളിൽ കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ, മറ്റുള്ളതിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ദൈവത്തിൻ്റെ ഹിതം, എന്നെപ്പറ്റിയുള്ള ഹിതം. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം എന്തെന്നുള്ളത് എനിക്കറിയാം. നിത്യതയിൽ അവൻ്റെ കൂടെ ജീവിക്കുക. അത് മാത്രമല്ല, ആ പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിച്ച് അവൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളത് മാത്രമല്ല, എൻ്റെ മിനിസ്ട്രി, ഞാൻ എന്ത് വേല ചെയ്യണം, മാത്രമല്ല എൻ്റെ കുടുംബജീവിതത്തിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം, എൻ്റെ മക്കളുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം, ഇതെല്ലാം തിരിച്ചറിയുവാനായിട്ടുള്ള, അവിടാണ് എനിക്ക് മനസ്സ് പുതുക്കി ഒരു റിന്യൂവൽ ഓഫ് മൈൻഡിൻ്റെ ആവശ്യമുണ്ട്. കാരണം അവിടെ എൻ്റെ ചിന്തകൾ എന്നെ ഭരിക്കുന്നില്ല, ദൈവത്തിൻ്റെ ഹിതം മാത്രമാണ് എന്നെ ഭരിക്കാൻ ഇടയാകുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ 11:23 പറയുന്നത്, പൂർണ്ണ ഹൃദയനിർണയത്തോടെ, ഹൃദയനിർണയം എന്ന് പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ആ ഒരു പൂർണ്ണ നിശ്ചയത്തോടു കൂടി കർത്താവിനോട് ചേർന്ന് നിൽക്കാം എന്ന്. ഇനി എന്തുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ? നമ്മൾ അതിൻ്റെ ആദ്യത്തെ പോയിന്റ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അടുത്തത് ബാക്കിയുള്ളത് പിന്നീട് കാണും. സമയമുണ്ടെങ്കിൽ 2 പോയിന്റ് കാണും. എന്തുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം? ഒന്നാമത്,
ജഡപ്രകാരമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജഡപ്രകാരമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. റോമർ 8:6-7 വാക്യങ്ങൾ. റോമർ 8:6-7 വാക്യങ്ങൾ. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിധേയപ്പെടുന്നില്ല. കാരണം ജഡത്തിൻ്റെ ഒരു ചിന്തയുണ്ട്, ആത്മാവിനൊരു ചിന്തയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവായിരുന്നു ലീഡർ. ആത്മാവിൽ നിന്നും ചിന്തകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ആത്മാവിൽ കൂടെ നമ്മുടെ മനസ്സിലേക്ക് വന്ന്, അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്, ആ സോളിലേക്ക് വന്ന്, സോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ദേഹിക്ക് 3 ഭാഗമുണ്ട്. നമ്മുടെ ബുദ്ധിയുണ്ട്, നമ്മുടെ ഇച്ഛാശക്തിയുണ്ട്, വികാരങ്ങളുണ്ട്. നമ്മുടെ ഇൻ്റലിജൻസ്, വിൽ പവർ ആൻഡ് ഇമോഷൻസ്. ഇത് 3 കൂടെ കൂടുന്നതാണ് അവർ സോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജഡം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ദേഹിക്കൊരു ചിന്തയുണ്ട്, അത് മരണത്തെ കൊണ്ടുവരുന്നതാണ്. മരണമെന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള വേർപാട്, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് ജഡത്തിൻ്റെ ചിന്തകൾ മുഴുവൻ. എന്നാൽ ആത്മാവിൻ്റെ ചിന്തയോ? ആത്മാവിനും ഉണ്ട്. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും ഉള്ളതാണ്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിൻ്റെ ചിന്തയിൽ കൂടെ, അല്ലെങ്കിൽ ജഡം നമ്മളെ ഭരിക്കുവോളം നമുക്ക് ദൈവവുമായിട്ടൊരു നല്ല ബന്ധത്തിലാകാൻ ഒക്കത്തില്ല. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ജഡമല്ലായിരുന്നു, ആത്മാവായിരുന്നു ലീഡർ. ആത്മാവിൽ നിന്ന് ജഡത്തിലേക്ക് ആലോചനകൾ വന്ന് ആ ജഡം അത് ശരീരത്തിൽ കൂടെ നിവർത്തിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു ഫോർമുലയായിരുന്നു ദൈവം ആദിയിൽ മനുഷ്യനിൽ ഉണ്ടാക്കിയിരുന്നത്. ആദാമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇതങ്ങനായിരുന്നു, ദൈവത്തിൻ്റെ ആ ഫോർമുല അതായിരുന്നു. പക്ഷെ പാപം വന്നപ്പോൾ ദേഹി അങ്ങ് യജമാനനായി, ആത്മാവിനെ ഞെരുക്കി. ദേഹി ലീഡറായി, സോള് ലീഡറായി. ഇപ്പോൾ ദേഹി അതിൻ്റെ ഇഷ്ടപ്രകാരം ലോകത്തിൽ നിന്ന് ചിന്തകൾ സ്വീകരിക്കാൻ തുടങ്ങി, ആലോചനകൾ സ്വീകരിക്കാൻ തുടങ്ങി, സ്വയത്തിൽ നിന്ന് ആലോചനകൾ വരാൻ തുടങ്ങി. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പിശാച് ആലോചനകൾ കൊടുക്കാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ജഡത്തിൻ്റെ ചിന്തകൾ ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിധേയപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ജഡപ്രകാരം ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നത്. ഇനി മത്തായി 15:18-20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 15:18-20 വരെയുള്ള വാക്യങ്ങൾ. വായിൽ നിന്നും പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്നും വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്ര. സോ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്താണ്? ആ ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്നത് എന്താണോ അതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണുള്ളത്? അവിടെ ആ ചോദ്യം വരുന്നത്. ഹൃദയമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. സോ ആ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പം ഹൃദയം, അതിനകത്ത് എന്തുണ്ട്? രണ്ടാമത്തെ പോയിന്റ് അതുകൂടെ നമുക്കൊന്ന് കാണാം. ഹൃദയമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മത്തായി 12:35. മത്തായി 12:35.
നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്നും തീയത് പുറപ്പെടുവിക്കുന്നു. സോ നമ്മുടെ ആളത്വത്തിൽ, നമ്മുടെ ഉള്ളിൽ ഒരു നിക്ഷേപമുണ്ട്. അവിടാണ് ഒരു ക്ലെൻസിങ് വേണ്ടിയത്, ശുദ്ധീകരണം വേണ്ടിയത്. നമ്മൾ ശുദ്ധീകരണത്തെ പറ്റി കണ്ടു, സാങ്ക്ടിഫിക്കേഷനെ പറ്റി കണ്ടു. നമ്മൾ കണ്ട ഇതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ശുദ്ധീകരണം വേണം. കാരണം ആഴത്തിൽ എന്തുണ്ടോ, ഫൗണ്ടേഷൻ, നമ്മുടെ അടിസ്ഥാനം എന്താണ്? നിക്ഷേപം. അവിടെ ഒരു നിക്ഷേപം ഉള്ളത്, ട്രഷറിയാണ്. ആ ട്രഷറിയിൽ ഉള്ളത് എന്തെന്നുള്ളത് ആശ്രയിച്ചിരിക്കും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം. നല്ല മനുഷ്യൻ തൻ്റെ നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ അവൻ്റെ ചിന്തകളാണേലും വാക്കുകളാണേലും പ്രവർത്തികളാണേലും നല്ലതായിരിക്കും, ദൈവഹിത പ്രകാരമുള്ളതായിരിക്കും. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്നും തീയത് പുറപ്പെടുവിക്കുന്നു. സോ ആ ഫൗണ്ടേഷൻ, അവിടെ നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. യാക്കോബ് 3:11-12 വാക്യങ്ങൾ. യാക്കോബ് 3:11-12 വാക്യങ്ങൾ. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്നും മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. സോ ചോദ്യം ഒന്ന് മാത്രം, നിങ്ങളുടെ ഉറവയിൽ എന്താണ് അടിസ്ഥാനം? നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഉറവ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ അവിടെ ഉപ്പിൻ്റെ ഉറവയാണ്, മധുരമുള്ള ഉറവയാണ്. മധുരമുള്ള ഉറവയല്ലാത്തത്, നമ്മൾ പുറമെ എത്ര മധുരം ചേർക്കാൻ ശ്രമിച്ചാലും മനുഷ്യൻ്റെ മുമ്പിൽ അത് ഫലപ്പെട്ടു എന്ന് വന്നേക്കാം, പക്ഷെ ദൈവസന്നിധിയിൽ അത് ഫലപ്പെടത്തില്ല. എല്ലാത്തിനും ഒരു ഫലമുണ്ട്. നമ്മൾ കണ്ടു, ചിന്തകൾക്കൊരു ഫലമുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ ചിന്തകളുടെ ഫലമായ അനർത്ഥം ഞാൻ അവരുടെ മേൽ വരുത്തും. സോ ചിന്തകൾ ഫലമുണ്ട്. ആ ഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഉള്ളിൽ ഒരു മാവിൻ്റെ ഫലം മാങ്ങ എന്ന് പറയുന്ന പോലെ ഉള്ളിൽ ഉള്ളത് എന്തോ അതാണ് പുറമേ ഉള്ള, അതിൻ്റെ പുറമേ ഉള്ള പ്രകടനമാണ്. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻസൈഡ് യു, the external expression of what is inside you is the fruit. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു കയ്പ് ഉള്ള മാവിന് മധുരമുള്ള മാങ്ങ സൃഷ്ടിക്കത്തില്ല. പുളിയുള്ള മാവിൽ നിന്നും പുളിയുള്ള മാങ്ങ തന്നെ വരും. നീലം മാങ്ങ മൽഗോവ മാങ്ങ സൃഷ്ടിക്കത്തില്ല. നീലത്തിൻ്റെ ആ സത്തുള്ള ആ മാവ് മാങ്ങ തന്നെ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞതുപോലെ ഉപ്പ് ഉള്ള ഉറവയാണ് നിങ്ങളുടെ ഉള്ളിൽ എങ്കിൽ, ഫൗണ്ടേഷൻ അതാണെങ്കിൽ ഉപ്പുവെള്ളം തന്നെ പുറത്തു വരും. മധുരമുള്ളതാണെങ്കിലോ മധുരം തന്നെ പുറത്തു വരും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തേക്കൊരു പ്രാർത്ഥന വിഷയം ഞാൻ തരികയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് കൂടി ചേർന്നിരുന്ന് നിങ്ങൾ ചോദിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ളത് വെളിപ്പെടുത്തി തരാൻ പറയുക. പലപ്പോഴും കയ്പും വിദ്വേഷവും ഇതെല്ലാം കാണിച്ചു തരും. പലപ്പോഴും അല്ല, തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ സ്വഭാവത്തിൽ, ഏത് നെഗറ്റീവ് സ്വഭാവത്തിനും പകരം കർത്താവിൻ്റെ ഒരു പോസിറ്റീവ് സ്വഭാവം, അതിനെ സ്വീകരിക്കുക. ഇപ്പം കോപവും വിദ്വേഷവും ഉള്ളൊരു ഒരാളാണെങ്കിൽ കർത്താവിൻ്റെ സൗമ്യതയും ശാന്തതയും സ്നേഹവും എല്ലാം സ്വീകരിക്കാം. സോ ഇന്ന് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്കാണിത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകളിൽ കൂടെ കാണിച്ചു തരാൻ പറയണം. അതിനെ കാണിച്ചു തരുമ്പോൾ അന്നേരം അതിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം.
അവിടെ നിങ്ങൾ ഇത് സാരമില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടിടയല്ല. ഒരിക്കലും പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന ഒരു സംഗതിയും സാരമില്ല എന്ന് വെക്കരുത്. അതിനെ അതേ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കണം, ഉപേക്ഷിക്കണം, കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കണം, കർത്താവിൻ്റെ സ്വഭാവത്തെ സ്വീകരിക്കണം. ഇന്ന് നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ തുടർച്ച നാളെ ആയിരിക്കും. ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ, പുത്രനായ ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ, ഈ കേൾവിക്കാർ ഓരോരുത്തരും തന്നെ അവനവനെ തിരിച്ചറിയുന്നതിനും അവനവൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നതിനും ഇടയാകട്ടെ കർത്താവേ. പൂർണ്ണമായിട്ട് ഞാൻ അവരെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.